ആരാ ഇത്? ഞാൻ പോൾ സാറിന് പകരം ചാർജ് എടുത്ത പുതിയ CI ആണ് സാർ. പഴയ CIയുടെ പ്രദേശമാണ് സാർ. ഇവിടെ കയറി നിരങ്ങാൻ നിന്റെയൊക്കെ തറവാട്ട് പോയാടാ പോലീസ് സ്റ്റേഷൻ. സാർ, ഇവനാ ഇവിടുത്തെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി. നിന്നെമാര് തല്ലിയോടാ? തല്ലിയേമാന്. പ്രതിയെ തല്ലി ചായ്ക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം? നിന്റെ ഇച്ചാന്റെ പരിധി കിടന്നുള്ള ഷൈനിങ് ഒന്നും വേണ്ട. SP അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇപ്പൊ അവന്റെ തൊപ്പി തെറിച്ച് കാണും. സാർ, അവനെ കടത്തിക്കൊണ്ടുപോയത് PK ഗ്രൂപ്പാണ്. നീ നിന്റെ ഇച്ചാനോട് നാടകങ്ങൾ ചേർക്ക് മനസ്സിലാവില്ലെന്ന് അറിയോ? പ്രതിയെ കടത്തിക്കൊണ്ട് പോയി നീ എടാ. ഒടുക്കം പോലീസ് പൊക്കുന്നായപ്പോ തലയൂരുന്നോ? അതുകൊള്ള നിർവീര്യമായ പോലീസിന്റെ മാനം രക്ഷിച്ചപ്പോ കുറ്റം ഞങ്ങളുടെ തലയിലാക്കുവന്നോ? സാർ ഒരുമാതിരി ചന്തയെ മത്തി വിൽക്കണ മറിയാമെ പോലെ സംസാരിക്കരുത്. തൊട്ടുപോയത് എന്റെ ഇച്ചാന്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറുടെ കൈവെക്കുന്നുണ്ടോ റാസ്കൽ? ഈ സർക്കിൾ PK ഗ്രൂപ്പിന്റെ ആളാ. നിങ്ങൾ വേഗം നിന്ന് തേവക്കാട്ട് വിവരോടെ. ഇത് വലിയ ചതിയായി പോയല്ലോടാ. സൈമ, വണ്ടി എടുക്കടാ. എടോ സർക്കിളെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പിള്ളാരെ ഇങ്ങനെ ഇവിടെ ചകത്തിട്ടതിന് താ സമാധാനം പറയേണ്ടി വരും. ഓ, അതൊക്കെ ഞാൻ കോടതി പറഞ്ഞോളാം. അതേടോ, പറയിപ്പിക്കാതെ തന്നെ വിടുകയല്ലേ ഞങ്ങള്. ഒന്ന് പേടിപ്പിക്കാതെ പോടോ വക്കീലേ. ഈ കേസും കോടതിയൊക്കെ സഹദേവൻ ഒരുപാട് കണ്ടതാ. അമ്മാരാർക്ക് വിട്ടേക്കടോ. സാർ, വാടാ മക്കളെ. തേവക്കാട്ടുകാര് മനസ്സ് വെച്ച തന്റെ ഈ യൂണിഫോം എന്നേക്കുമായി ഊരിച്ച് ചെമ്മീൻ ഉടക്കുന്നിടത്ത് കാക്കയെ ഓടിക്കാൻ നോക്കൂത്തിയിട്ട് അതിനുവേണ്ടി അങ്ങ് മേളിലോട്ട് ഏത് കോടതി വരെ വേണേലും ഞങ്ങൾ പോകും. ഓ, അതൊന്നും വേണ്ടി വരത്തില്ല ചായ. ഈ കണക്കിന് തീർപ്പ് കൽപ്പിക്കാൻ തേവക്കാട്ട കോടതി തന്നെ ധാരാളമാ. ഒന്ന് അലക്കി വിളിപ്പിക്കാനെങ്കിലും തനിക്ക് യൂണിഫോം ഒന്ന് ഊരി വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ കാണാം. എന്താടാ ഭീഷണിയാണോ? ഈശോയെ, ഭീഷണിയല്ലേ മാനെ. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് പണ്ടേ ഈ കുട്ടപ്പായുടെ ഒരു വീക്ക്നെസ്. വാടാ. അപ്പൊ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാ നമുക്ക് ഈ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ട് മൊത്തം മുതൽ ഞാൻ അങ്ങ് സാറിന് തരും.